ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിന്റെ ചെലവിനുള്ള തുക കണ്ടെത്തുക സ്പോൺസർഷിപ്പിലൂടെയും CSR ഫണ്ട് സ്വീകരിച്ചുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. പന്തളം കൊട്ടാരം പ്രതിനിധികൾ വരണമല്ലോ എന്നാണ് PS പ്രശാന്തിന്റെ പ്രതികരണം. ശബരിമലയിൽ 5ന്റെ പൈസ കിട്ടുമ്പോൾ അസ്വസ്ഥത എന്തിനെന്ന് പ്രശാന്ത് ചോദിക്കുന്നുണ്ട്. അതേസമയം അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് തീരുമാനമെടുത്തിട്ടില്ല എന്ന് പന്തളം കൊട്ടാരം നിർവാഹക സംഘം സെക്രട്ടറി MR സുരേഷ് വർമ്മ പറഞ്ഞു. ഈ 20-ാം തീയതി പമ്പയിൽ വെച്ച് നടക്കുന്ന അയ്യപ്പ സംഗമത്തിന് ക്ഷണിക്കാനായിട്ടാണ് ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും മെമ്പർമാരും ഇവിടെ വന്നിരുന്നു. അവർ നമ്മളെ അവിടേക്ക് വരുവാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. നമ്മൾ അവരുടെ അവരുടെ ക്ഷണം നമ്മൾ സ്വീകരിച്ച് അവരൊക്കെ നമ്മൾ പറഞ്ഞത്, നമ്മളിപ്പോൾ ഒരു തീരുമാനം സംഗമത്തിൽ ഇവിടെ ഇനി 22-ാം തീയതി മറ്റൊരു സംഗമം നടക്കുന്നുണ്ട്. നമ്മൾ ഈ സംഗമങ്ങളിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് ഒരു തീരുമാനം നമ്മൾ എടുത്തിട്ടില്ല. നമ്മൾ വല്യമ്പരാനുമായിട്ട് കണ്ടിട്ട് നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ടൊരു മീറ്റിങ്ങും ചർച്ചയും നടത്തിയതിന് ശേഷമേ നമ്മുടെ നിലപാടുകൾ അടുത്ത ആഴ്ചയോടുകൂടി നമ്മൾ സ്വീകരിക്കുകയുള്ളൂ. പ്രതീക്ഷ വരണമല്ലോ. ദേവസ്വം ബോർഡും പന്തളം കൊട്ടാരവും തമ്മിൽ നല്ല ബന്ധത്തിലാണല്ലോ മുന്നോട്ട് പോകുന്നത്. അത് ഇന്നലകളിലും അങ്ങനെയാണ്, ഞങ്ങളുടെ ബോർഡ് വന്നതിന് ശേഷം അങ്ങനെയാണ്. കുറച്ചുകൂടി ഗംഭീരമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എല്ലാ കാര്യങ്ങളിലും കഴിഞ്ഞ ഒരു 3 ആഴ്ച മുമ്പാണ് അവർ ബോർഡിലോട്ട് വന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരു കൺഫ്യൂഷനും ഇല്ല. ശബരിമലയുടെ അടിസ്ഥാന വികസനം ഞങ്ങളുടെയും ലക്ഷ്യമാണ്, പന്തളം കൊട്ടാരത്തിൻ്റെയും ലക്ഷ്യമാണ്. 300 കോടിയാണ് കൊടുത്തത്. ശബരിമലയിൽ ഒരു 5ൻ്റെ കാശ് വരുമ്പോൾ എന്താ അവർക്ക് ബുദ്ധിമുട്ട്? എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുകയാണ്. ശബരിമലയിൽ ഒരു 5ൻ്റെ കാശ് ഒരു ഭക്തൻ ആത്മസമർപ്പണം നടത്തിയാൽ പാടില്ല എന്ന് പറയാൻ ഇവർക്ക് എന്താ അവകാശം? നമുക്ക് ആർക്കും ആവശ്യമില്ലല്ലോ. ശബരിമലയിൽ ഒരു ഭക്തൻ വന്ന് സ്വമേധയാ ഇങ്ങനെ സമർപ്പിക്കുന്നു പറയുമ്പോൾ അല്ല പറ്റില്ല എന്നെങ്ങനെ നമുക്ക് ദേവസ്വം ബോർഡിന് പോലും നിലനിൽക്കാൻ പാടില്ലല്ലോ. ഭഗവാന്റെ വികസനമല്ലേ, അവർക്ക് അവകാശമുണ്ടല്ലോ, അതിൽ ഇല്ല എന്നെങ്ങനെ പറയാൻ പറ്റും? വിവരങ്ങളുമായി മിഥുൻ മുരളിയാണ് ചേരുന്നത്. മിഥുൻ, PS പ്രശാന്തിന്റെ പ്രതികരണം എത്ര ബാലിശമാണെന്ന് ഓർക്കണം. കാരണം ശബരിമലയിൽ 5ന്റെ പൈസ വരുന്നത് എന്തിന് തടയുന്നു എന്ന് പറഞ്ഞ് കാര്യങ്ങളെ കൂടുതൽ ലാഘവമായി കാണുകയാണ്. ഈ വിഷയത്തിൽ അയ്യപ്പ ഭക്ത സംഗമത്തിൽ എന്താണ് പന്തളം കൊട്ടാരത്തിന്റെ ഒരു നിലപാട് എന്നുള്ളത് ഇതിനോടകം തന്നെ അവർ വ്യക്തമാക്കിയതാണ്. ഇതിനിടയിലാണ് പന്തളം കൊട്ടാരത്തെ കൂടി ഈ വിഷയത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നീക്കത്തിന് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഒരു ശ്രമം എന്നുള്ളതാണ്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ചെലവ് എങ്ങനെയാണ് കണ്ടെത്തുക, ഇതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് സഹകരിക്കുക, ഏതൊക്കെ കമ്പനികളാണ് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും തർക്കം നിലനിൽക്കുന്നുണ്ട്. ആ ഭക്തർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ട്. ഹൈന്ദവ സംഘടനകൾ തുടക്കം മുതലേ പറയുന്ന പ്രധാനപ്പെട്ട ആശങ്കകളിൽ ഒന്ന് ഇതുതന്നെയാണ്. അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഇപ്പോഴും പ്രതികരിക്കുന്നത് ചെലവ് കണ്ടെത്തുക സ്പോൺസർഷിപ്പിലൂടെയും CSR ഫണ്ട് സ്വീകരിച്ചുകൊണ്ടും കൂടി തന്നെയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഏതൊക്കെ കമ്പനികളെ സഹകരിപ്പിച്ചുകൊണ്ട് ഏതൊക്കെ വ്യക്തികളാണ് ഇതിനുവേണ്ടി സ്പോൺസർഷിപ്പിലൂടെ പണം നൽകുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ശബരിമലയിലേക്ക് പണം വരണം എന്ന് PS പ്രശാന്ത് പറയുന്നു. ശബരിമലയിൽ 5ന്റെ പൈസ കിട്ടുമ്പോൾ എന്തിനാണ് അസ്വസ്ഥത ഉണ്ടാകുന്നത് എന്ന് ചോദിക്കുന്ന PS പ്രശാന്ത് മറ്റ് ക്ഷേത്രങ്ങളിൽ ലഭിക്കുന്ന പണവുമായി മറ്റ് മഹാക്ഷേത്രങ്ങളിൽ സ്പോൺസർഷിപ്പിലൂടെയും CSR ഫണ്ട് മുഖേനയും ഒക്കെ വികസനം നടക്കുന്ന കാര്യങ്ങൾ താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് ശബരിമലയിൽ പണം കണ്ടെത്തുന്നതിന് വേണ്ടി, ശബരിമലയുടെ വികസനത്തിന് വേണ്ടി എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. പക്ഷേ ഭക്തജന സംഘടനകളും ഹൈന്ദവ സംഘടനകളും ആരോപിക്കുന്നത് ഇത് സർക്കാരിന്റെ വികസനത്തിന് വേണ്ടി, സർക്കാരിന്റെ പണം കണ്ടെത്തുന്നതിന് വേണ്ടി ശബരിമലയെ മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന പരിപാടിയാണ്. ഭക്തരെ കബളിപ്പിച്ചുകൊണ്ട് അയ്യപ്പനെയും ശബരിമലയെയും മുൻനിർത്തി പണം സ്വരൂപിക്കുന്നതിന് വേണ്ടി സർക്കാർ നടത്തുന്ന ശ്രമമാണ് എന്നും ഹൈന്ദവ സംഘടനകളും ഭക്തരും ആവർത്തിക്കുന്ന അതേ നയത്തിലൂടെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുന്നോട്ട് പോകുന്നു. പണം കണ്ടെത്തുകയാണ് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു പ്രതികരണം തന്നെയാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പന്തളം കൊട്ടാരത്തിലേക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് അംഗങ്ങളും ഇന്ന് എത്തിയിരുന്നു. പന്തളം കൊട്ടാരം പ്രതിനിധികളെ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് പന്തളം കൊട്ടാരത്തിലേക്ക് ദേവസ്വം ബോർഡ് അംഗങ്ങൾ എത്തുകയും അവരെ ക്ഷണിക്കുകയും ഒക്കെ ചെയ്തത്. ഔദ്യോഗികമായിട്ടുള്ള ക്ഷണം ആണ് എന്നാണ് വിശദീകരിച്ചത്. പക്ഷേ ഇതിന് പന്തളം കൊട്ടാരം പ്രതിനിധികൾ നൽകുന്ന പ്രതികരണം, അവർ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിനെ പറ്റി ഇപ്പോഴും തീരുമാനം ആയിട്ടില്ല, ഇനി കൂടിയാലോചനകൾ ആവശ്യമുണ്ട്. ഭക്തജനങ്ങൾ മുന്നോട്ട് വെക്കുന്ന പല കാര്യങ്ങളിലും ഉള്ള ആശങ്ക നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പന്തളം കൊട്ടാരവും വ്യക്തമാക്കിയതാണ്. അത് പ്രധാനമായും 2018 യുവതീ പ്രവേശന സമയത്ത് ഭക്തജനങ്ങളെ വേട്ടയാടിയ
സർക്കാർ ഭക്തജനങ്ങളുടെ പേരിൽ നാമജപ ഘോഷയാത്ര അടക്കം നടത്തിക്കൊണ്ട് നിരത്തിലേക്ക് ഇറക്കിക്കൊണ്ട് ആചാര അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇറങ്ങിയ ഭക്തജനങ്ങൾക്ക് എതിരെ എടുത്തിരിക്കുന്ന കേസുകൾ സംസ്ഥാനത്തിന്റെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലുണ്ട്. അത് പിൻവലിക്കണം. കോടതിയിൽ സർക്കാർ നൽകിയിരിക്കുന്ന ഇടത് സർക്കാർ നൽകിയിരിക്കുന്ന യുവതീ പ്രവേശനത്തിന് അനുകൂലമായ സത്യവാങ്മൂലം മാറ്റി നൽകണം തുടങ്ങിയ കുറെ കാര്യങ്ങൾ പന്തളം കൊട്ടാരം നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് അറിയിച്ചതാണ്. ഈ കാര്യങ്ങൾ പന്തളം കൊട്ടാരം പ്രതിനിധികൾ ഇപ്പോഴും ദേവസ്വം ബോർഡിനെ അറിയിക്കുന്നു. ഒപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും തീരുമാനം പന്തളം കൊട്ടാരം പ്രതിനിധികൾ അറിയിച്ചിട്ടില്ല. പന്തളം കൊട്ടാരം നിർവാഹക സംഘം പ്രസിഡന്റ് MRS വർമ്മ അറിയിക്കുന്നത് ശരി മിഥുൻ, ആഗോള അയ്യപ്പ ഭക്തസംഗമത്തിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നാണ് പന്തളം കൊട്ടാരത്തിന്റെ പ്രതികരണം.